തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ രണ്ടാൾക്കാരുണ്ട്, കണ്ട് പഠിക്കാൻ പറ്റിയ രണ്ടാൾക്കാർ, ഭാസ്കരേട്ടനും വിജയൻ ചേച്ചി. ഒരുപാട് അവാർഡൊക്കെ വാങ്ങിക്കൂട്ടിയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ വീട്ടിന് മുകളിൽ ടെറസ് കൃഷിയാണ്, മട്ടുപ്പാവ് കൃഷിയുടെ അവാർഡുകളൊക്കെയാണ് നിങ്ങൾക്ക് രണ്ടാൾക്കാരെന്നാണ് പറയുന്നത്. ഏതൊക്കെ അവാർഡ് കിട്ടി? ഗവൺമെൻറ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, പിന്നെ ടാറ്റ വൈറോണിൻ്റെ അവാർഡുണ്ട്, പിന്നെ സരോജിനി നാമോൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ തന്നെ ഒരു 45ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ശീതകാല പച്ചക്കറികളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാ കാലവും ഇതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ടെറസിൽ ശീതകാലം ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ അങ്ങനെ ചെയ്യും. ശീതകാലം അല്ലെങ്കിലും 365 ദിവസവും എൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് ക്യാബേജും കോളിഫ്ലവറും ഒരു വീട്ടാവശ്യത്തിന് ഒരു 5 എണ്ണമെങ്കിലും കാണും. എങ്ങനെയായി ഇത് തുടങ്ങിയത്? ഞാൻ 11 വർഷം ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. പുള്ളിക്കാരൻ സെക്രട്ടറിയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും 17 വർഷം കിൻഫ്രയിൽ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ അതിനുശേഷം പിള്ളേർ പറഞ്ഞു, 2 മക്കളാണുള്ളത്. അപ്പോൾ മക്കൾ പറഞ്ഞു ഇനി അച്ഛൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയപ്പോൾ എൻ്റെ ടെറസ് മുഴുവൻ ഒരു പച്ചക്കറി പോലും ഇല്ലായിരുന്നു, പൂക്കളായിരുന്നു നിറയെ. ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. എൻ്റെ മകളുടെ ഒരു ചോദ്യമാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. മകൾ ചോദിച്ചു, അമ്മ ഇത്രയും ചെടികളുടെ ഇടയിൽ ഒരു പച്ചക്കറി നമുക്ക് വെച്ചുകൂടെയെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം മോള് ഒരു പേപ്പറും രവീന്ദ്ര സാറിൻ്റെ നമ്പറും കൊണ്ട് തന്നു. ഉള്ളൂര്. അങ്ങനെ ഉള്ളൂർ രവീന്ദ്ര സാറിൻ്റെ അവിടെ ഞങ്ങൾ പോയി 3 ക്ലാസ് അറ്റൻഡ് ചെയ്തു. സാറ് അന്നും ഇന്നും സാർ എന്തു പറയണോ അതുപോലെ ചെയ്യണോണ്ടാണ് എനിക്ക് ഇന്ന് ഇത്രയും ചെടികളുടെ ഇടയിൽ നിൽക്കാൻ പറ്റുന്നത്. ഈ വിഷരഹിത പച്ചക്കറി വന്നപ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും പ്രായത്തിൽ ഞങ്ങളിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ നിൽക്കുന്നത്. എനിക്ക് 71 വയസ്സായി. പക്ഷെ വയസ്സ് ഒരു അക്കം മാത്രമാണ്, നമ്മുടെ മനസ്സാണ്. ഒരു കൃഷി എന്ന് പറയണമെങ്കിൽ ഒരു മനസ്സ് വേണം ചെയ്യാൻ. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നത് ഏതാണെങ്കിലും അത് കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ പഠിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, അത്രയും ചെയ്താൽ തന്നെ മതി, ധാരാളം. പിന്നെ അവരെ സ്നേഹിച്ച്, അവർ നമ്മളെപ്പോലെ ജീവനുള്ളതാണ്. വർത്താനം പറഞ്ഞാൽ വർത്താനം പറയും. അങ്ങനെ സ്നേഹിച്ചാൽ തിരിച്ചത് അതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് തരും. ഞങ്ങൾ രണ്ടുപേരും രാവിലെ 6 മണിക്ക് കയറി ഇവരോടൊക്കെ വർത്താനം പറഞ്ഞ്, ചിലവരടുത്ത് വഴക്ക് പറഞ്ഞ്, കുറേടത്ത് സ്നേഹം കാണിച്ച്, ചിലവരടുത്ത് ദേഷ്യപ്പെട്ട്, അങ്ങനെയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ കഴിഞ്ഞു പോണതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ എന്തിനാണ് ഇവരോട് ചെടികളോട് ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കൊണ്ടുവച്ച്, ഒരു നാരകം കൊണ്ടുവച്ച് എല്ലാവർക്കും പൂത്തു, ഞാൻ കൊണ്ടുവച്ചിട്ട് അത് പൂത്തില്ല. അതിന് ഞാൻ പൊന്നു പോലെ നോക്കുകയാണ്. അപ്പോൾ 2 വഴക്കും ഒക്കെ കൊടുത്ത് 2 ദിവസം വളമൊക്കെ കൊടുത്ത് 3 ദിവസം നോക്കിയപ്പോൾ പിച്ചിപ്പൂ പോലെ നിറയെ പൂ വന്നു. അപ്പോൾ അപ്പൊ ആ വഴക്ക് പറഞ്ഞതിന് സോറിയും പറഞ്ഞ് ആ നാരകമായാലും അതിന് 2 ഉമ്മയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനം, സന്തോഷം. സന്തോഷം തീർച്ചയായിട്ടും. അതിന്റെ തെളിവാണ് ഇവിടെ ആ താഴെ നിൽക്കണേ. അപ്പൊ മനുഷ്യന്മാരുടെ പോലെയല്ല, നമ്മള് ചൂടായ ബലമുണ്ട്. തീർച്ചയായിട്ടും. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരല്ലത്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിച്ചാൽ തിരിച്ച് അതേപോലെ നമുക്ക് തരും. ശീതകാലം വന്നുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇവരെ കുറച്ച് കൂടുതലായിട്ട് അങ്ങ് വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് തൈയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി അതിനിടയ്ക്ക് എനിക്ക് KVK കുറച്ച് ചീരയുടെ ഇത് വന്നു. കുറച്ചും കൂടെ ചിലത് കുറച്ചും കൂടെ വലുതാണ്. ഞാൻ 6 ഗ്രോ ബാഗിൽ തുടങ്ങിയതാണ്. 6 ഗ്രോ ബാഗിൽ സാറ് പറഞ്ഞതനുസരിച്ച് തുടങ്ങി. 660 600 ഇപ്പൊ 1200 മേലെ കാണും. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്? ഇത് 1000 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഇത് കൂടാതെ താഴെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 1200 കൂടുതൽ കാണും. എന്നാലും 1200 ഉണ്ട്. ഞാൻ മാറിയും തിരിഞ്ഞും ഉള്ള സ്ഥലത്തൊക്കെ വെക്കും. നമ്മൾ ഒരു വിത്ത് കിട്ടിയാൽ അത് വിത്തെന്ന് പറയണത് ഒരു നന്മയാണ്. അപ്പോൾ അത് ഞാൻ കൊടുക്കണതും അത് അങ്ങനെ കൊടുക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചോദിച്ചാൽ ഞാൻ വിത്ത് കൊടുക്കത്തില്ല. എന്നുവെച്ചാൽ അത് കൊണ്ടുവന്ന് അവിടെ എവിടെയും കളയാനുള്ളതല്ല. ഒരു വിത്ത് എന്ന് പറയണത് ഒരു ഭയങ്കര അത് ചെയ്തവർക്ക് അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിത്ത് കിട്ടിയാലും ഞാൻ അവിടെ കൊണ്ട് വയ്ക്കും, അത് കിളുക്കും. എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു
സന്തോഷം തരുന്നുണ്ട്. അപ്പൊ ഈ